ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു വിഷയം റോബറിയാണ് ഗൈസ്. വെൽക്കം ടു മൈ ചാനൽ ലൂപ്പ് ഹീറോ ഗെയിമിംഗ്. ഇന്നത്തെ റോബറി അതൊരു വിഷയം റോബറി ആയിരിക്കും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സെയിൻറ്റ് ഡെന്നീസ് ഈ ഗെയിമിലുള്ള സിറ്റിയുടെ പേരാണ് സെയിൻറ്റ് ഡെന്നീസ്. നേരെ ക്യാമ്പ് അടിച്ചുകൊണ്ട് ക്യാമ്പിൽ നിന്ന് നമുക്ക് നേരെ ഫാസ്റ്റ് ട്രാവൽ ചെയ്തുകൊണ്ട് നേരെ സെയിൻറ്റ് ഡെന്നീസിലേക്ക് പോകാൻ പറ്റുന്നതാണ്. അവിടെ ചെന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ അവിടുത്തെ ഒരു ഗൺ ഷോപ്പ് ഉണ്ട്. അവിടുത്തെ ഗൺ ഷോപ്പാണ് നമ്മൾ കൊള്ളയടിക്കാൻ പോകുന്നത്. അതൊരു വിഷയം റോബറി ആക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ചിലപ്പോൾ അത് സക്സസ് ആവാം, ചിലപ്പോൾ അത് സക്സസ് ആവാണ്ടിരിക്കാം. നമ്മൾ സെയിൻറ്റ് ഡെന്നീസിലേക്ക് യാത്ര ചെയ്യാൻ പോകുന്നു ഗൈസ്. ഈ ഗെയിമിൻ്റെ പേര് റെഡ് ഡെഡ് റെഡംഷൻ 2 എന്നാണ്. ബെസ്റ്റ് നമ്പർ വൺ ഗെയിം പണ്ടായിരുന്നു, ഇപ്പോഴും ആണ്. പക്ഷേ പണ്ട് ഈ ഗെയിം എന്നൊക്കെ വെച്ചാൽ വേറെ ലെവലാണ്. പണ്ട് എന്നൊക്കെ വെച്ചാൽ ഒരു 2019 2020 വിഷയം ഗെയിമായിരുന്നു. വിഷയം അന്നൊക്കെ ഈ ഗെയിം എന്നൊക്കെ വെച്ചാൽ പവർ സാധനം. ഇന്ന് വലിയ വില ഉണ്ടോയെന്ന് ചോദിച്ചാൽ വില ഉണ്ട്, പക്ഷേ ഇന്ന് ഒരു പവർ കുറവാണ്. സെയിൻറ്റ് ഡെന്നീസ് എത്തി. ഇനി നമ്മൾ നേരെ പോയി കൊള്ളയടി. ഇനി ആർക്കും നമ്മളെ തടയാനാവില്ല. നമ്മളെ തടയാൻ നോക്കുന്നവൻ ആരാണെങ്കിലും അവൻ മരണപ്പെട്ടിരിക്കും. മാസ് ഡയലോഗ് അടിച്ച് പോകും, എന്നിട്ട് അവസാനം അടുപ്പ് ചാവും. അതായിരിക്കും ചിലപ്പോൾ സംഭവിക്കുക. എനിക്ക് ഇനി അറിയുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ കാര്യമായതുകൊണ്ട് ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഈ റോബറി സക്സസ് ആവും. സക്സസ് ആയ വീഡിയോ വരാൻ പാടുള്ളൂ, അല്ല സംഭവിക്കാൻ കാര്യമുള്ളൂ. സക്സസ് ആയ വീഡിയോ വരും. സക്സസ് ആയാൽ മതിയായിരുന്നു. അല്ലെങ്കിലും ഞാൻ ചിലപ്പോൾ ഞാൻ ഇടും. സക്സസ് ആവണമെന്നില്ലല്ലോ. ഈ ഗണ്ണാണ് വിഷയം. ഈ ഗണ്ണ് അത്യാവശ്യം നല്ല ഗണ്ണാണ്. ഇതല്ലേ, ഈ 2 പിസ്റ്റൾ നമുക്ക് ഒരുമിച്ച് എടുക്കാൻ പറ്റും. ഈ ഗണ്ണും നല്ല വിഷയമാണ്. ഇതിലൊരു സ്പെഷ്യൽ മാസ്ക് ഉണ്ട്. സ്നൈപ്പറിൻ്റെ അടുത്ത് പോകാനേ പറ്റില്ല. ഷോട്ട് ഗൺ, മറ്റേ പൈററ്റ് സോഡ്. ഇവിടെ ആക്സ് എടുക്കുക. ആക്സ് എടുത്ത് ഇതിലൊരു വിഷയം, ഒരു ബൈസൺ എന്ന് പറയുന്നൊരു ഇതുണ്ട്. അതിൻ്റെ ഒരു മാസ്ക് ഉണ്ട്. എനിക്ക് സ്പെഷ്യൽ സ്ഥലത്തു നിന്ന് കിട്ടിയതാ വിഷയം മാസ്കാണ്. കണ്ടു വയസ്സ് കൊമ്പൊക്കെ ഉണ്ട്. പോത്ത് ആർതർ മോർഗൻ. പക്ഷെ പോത്താണോ അതൊന്നും എനിക്കറിയില്ല. ബൈസൺ എന്നൊരു പേരുള്ളൊരു ഇതിൻ്റെതാണ് മാസ്ക്. വിഷയം മാസ്കാണ് ഗൈസ്. ഇന്നത്തെ റോബറി എങ്ങനെ ഇരിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. വെയിറ്റ് ആൻഡ് സീ. ഷോപ്പ് എത്താനായി എന്നാണ് തോന്നുന്നത്. എത്താനായി. സിറ്റിയിലാണല്ലോ, പെട്ടെന്ന് എത്തും. സിറ്റി അത്ര വലുതൊന്നുമില്ല. പക്ഷേ ഈ ഗെയിമിലെ ഏറ്റവും ബെസ്റ്റ് സിറ്റിയാണ് സെയിൻറ്റ് ഡെന്നീസ്. കയറാം. ഇന്ന് ഞാൻ ഈ ഗൺ ഷോപ്പ് കൊള്ളയടിച്ചില്ലെങ്കിൽ എൻ്റെ പേര് ലൂപ്പ് ഹീറോ ഗെയിമിംഗ് അങ്ങനെ ഞാൻ പറയില്ല. എൻ്റെ പേര് ആർതർ മോർഗൻ എന്നുള്ള ഞാൻ മാറ്റും. ആർതർ മോർഗൻ എന്നുള്ള എൻ്റെ പേര് ഞാൻ മാറ്റി ബൈസൺ മോർഗനാണ്. വീഡിയോ കാണാൻ നോക്കണം. എന്താ മക്കളെ, ഫിയറായോ? ഹോബി വീക്ക്നെസ്. ഇപ്പോൾ ഏതെങ്കിലും ഒരുത്തം കയറി ആ വെടി സൗണ്ട് കേട്ടി. എനിക്കറിയാം അമ്മ അതൊന്നും ശരിയല്ല. ഒളിച്ചിക്കാം. ശരി, തോക്കെടുത്ത് ഒളിച്ചിക്കാം. ഇതൊരു പോലീസ് സേമനും ഏതോ ഒരുത്തനും കയറി വന്നത്. ഏതോ ഒരുത്തി ഇതാ കണ്ട് പിടിക്കൂ. പോട്ടെ പോടാ പോലീസ് മാമ. ഇന്നെയൊക്കെ ഇന്ന് ഞാൻ അടിച്ചിടും. ഇനി ഞാൻ പോയിട്ട് വരില്ല. ഡെഡ് ഓർ അലൈവ്, ജീവനോടെയോ മരിച്ചിട്ടാണെങ്കിൽ കൊണ്ടുപോയി കൊടുക്കാൻ. ഇത് വാണ്ടഡ് എന്ന് പറയും. ഓരോ സിറ്റി നമ്മൾ അറ്റാക്ക് ചെയ്താൽ പിന്നെ പറയുന്നത്
അടി കിട്ടും. വട 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 എന്നൊക്കെ ഞാൻ തീർക്കും. എൻ്റെ മുമ്പിൽ വരുന്നവൻ ആരാണെങ്കിൽ. ഇത് കണ്ടോ ഗൈസ്, സ്പെഷ്യൽ ആനിമേഷനാണ് ഈ ഗെയിമിലുള്ളത്. ഇത് ചില ഗൺ ഷൂട്ടിൽ മാത്രമേ ഇതുണ്ടാവും, ചില നമ്മൾ വെടിവെക്കുന്നതിൽ മാത്രമേ ഇങ്ങനെ ആനിമേഷൻ ഉണ്ടാവും. പക്ഷേ ആ ആനിമേഷൻ എന്ന് വെച്ചാൽ പ്രത്യേക ഒരു ഇതാണ്, ഒരു വൈബാണത്. ഇത് കാണാൻ ഒരു പ്രത്യേക രസമാണ്. അത് എല്ലാത്തിലും ഒന്നുമില്ല, ചില ഇതിൽ മാത്രമേ. ഈ ഫൈറ്റ് കഴിഞ്ഞിട്ട് ഈ വാണ്ടഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞത്. വാടാ വാടാ, ഉള്ളിലേക്ക് കയറ്, ഉള്ളിലേക്ക് കയറ്. നിനക്ക് ധൈര്യം ഉണ്ട് ഉള്ളിൽ കയറാ. ആ പോ തീർന്ന് അവങ്ങൾ. ബാബാ ഉള്ളിൽ കയറ്, ഉള്ളിൽ കയറ്. ഇത്രക്കും കൊണ്ട് വരണ്ട, കുറച്ച് ബാക്കോട്ട് വാ, കുറച്ച് ബാക്കോട്ട് വാ. വെട്ടി കണ്ടിട്ടോ വീടാൻ നോക്കുന്നത് അടിയുന്നില്ല. വിഷയടി അങ്ങോട്ട് കയറി. ഇത് എണീക്കാൻ പറ്റുന്നില്ല. ആർതർ മോർഗൻ, നിൻ്റെ പേരിൻ്റെ കേസാണ്, പേരിൻ്റെ കേസ്. ആ കുടി പക്ഷെ ഗൈസ്, ആർതർ മോർഗൻ മരിച്ചിട്ടില്ല. ഈ മിഷൻ തോറ്റിട്ട് ഇല്ല എന്നല്ല. മിഷൻ സെയിൻറ്റ് ഡെന്നീസ് ഗൺ ഷോപ്പ് റോബറി ഫെയിൽഡ്. ആർതർ മോർഗൻ്റെ പേര് ഞാൻ മാറ്റിയിരിക്കുന്നു. ഇനി മുതൽ ബൈസൺ ലെജൻഡറി മാൻ. ഇത് ഞാൻ ഒന്നും ചെയ്യണ്ടെന്ന് വിചാരിച്ച് പോകാൻ നോക്കുമ്പോൾ അന്നപ്പോഴും വെടിവെക്കാൻ നോക്കുന്നു. നീയൊക്കെ എന്നെക്കൊണ്ട് ഈ വീഡിയോ ഇടിപ്പിക്കും. താങ്ക്സ്, നാളെ ഞാൻ വീഡിയോ ഇടും. പൊന്നുണ്ടേ ഇത് നാണം കൊടുക്കുന്ന ആ കുതിര തീർന്നുണ്ട്. കുതിര ചത്തില്ല. ഇന്ന് ഓടി ഞാൻ ഇന്ന് എന്തായാലും ഞാൻ ഈ വീഡിയോ ഇടും. ഈ ഡെഡ് ഓർ അലൈവ് പിന്നെ പറഞ്ഞാൽ കേട്ടാ, എൻ്റെ സമാധാനം എനിക്ക് അവന്മാർ തരൂല പറയാനായിട്ടുള്ള. നേരത്തെ കുടിച്ച പോഷൻ്റെ പേരാണ്. അത് കുടിക്കുമ്പോൾ നേരത്തെ ഒരു പോഷൻ കുടിച്ചു, ഇത് കണ്ടില്ലേ, ലൈഫിൻ്റെ ഒരു ലൗച്ചിനോ പിന്നെ ഒരു തണ്ടർ പോലത്തെ ഒരു ഇതൊക്കെ, അതൊരു സ്പെഷ്യൽ ഇതാണ്. അത് കുടിച്ചാൽ ലൈഫും ഇതൊക്കെ കയറും. വാ ഇത്രയും കാണുന്നില്ലല്ലോ. വാടാ മാമാ, ബാബാ ഇന്ന് നിന്നൊക്കെ തീർക്കും. കുതിരേ വാ. നീ നേരത്തെ തന്നെ തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയാൽ കുതിരെ. നിൻ്റെയൊക്കെ മാസ്റ്ററല്ലേ ഞാൻ, നിൻ്റെയൊക്കെ ഓണറല്ലേ ഞാൻ. എന്നൊരു ബഹുമാനം, ഇച്ചിരി റെസ്പെക്റ്റ് ചെയ്യൂ, മാസ്റ്ററിന് റെസ്പെക്റ്റ് ചെയ്യൂ കുതിരെ. രണ്ടെണ്ണം അവിടെ ഉണ്ട്. മിശ്യം കണ്ടന്റുകളുമായി ഞാൻ തിരിച്ചു വരികയല്ല, ഞാൻ വരുന്നതായിരിക്കും. ഇന്ന് ഈ കണ്ടന്റ് ഇടേണ്ടി വരില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ പോലീസ് മാമന്മാർ പൗലോസ് എന്നെ കൂടെ കണ്ടന്റ് ഇടിപ്പിക്കും. വാടാ இந்த വീഡിയോ എന്നെ കൊണ്ടിരിക്കും. വാ പോയി തിരിച്ചു വാ. ഇന്ന് ഫൈറ്റ് എടുത്തിട്ട് ലെഫ്റ്റ് സൈഡിൽ രണ്ടെണ്ണം മാപ്പ് കണക്കിട്ട്. ആർക്കാട ധൈര്യം ബൈസൺ ലെജൻഡറി മാനെ പിടിക്കാൻ? ബൈസൺ ലെജൻഡറി ഞാൻ പിടിച്ചുകൊണ്ടേ വിറ്റിരിക്കുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ലൈഫിൻ്റെ ഇത് കാണിച്ചിട്ട്. എനിക്കൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ പിടിക്കാൻ പാടാ. നിന്നെക്കൊണ്ട് ഒരുത്തനെ വീണ്ടും എന്നെ പിടിക്കാനാവില്ല. കാരണം എൻ്റെ കയ്യിലെ കുതിര ഈ ഗെയിമിലെ തന്നെ മോസ്റ്റ് റയർ കുതിര. വന്നു വരാൻ പറഞ്ഞോളാ. വരാൻ പറഞ്ഞാൽ വന്നു വന്ന സ്ഥിതിക്ക് കടികൊണ്ട് പോയത്. കുതിരയുണ്ട്, കുതിരയാണ് തള്ളിയിട്ട് പാവം. എനിക്കൊന്നും വലിയ അവസ്ഥ കണ്ടോ. ഞാനിത് പറയാൻ പാടില്ല, നേരത്തെ തള്ളിയിട്ടതാണ്. പക്ഷേ ബെസ്റ്റ് കുതിരയായിപ്പോയി. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഷവായി ആക്കിയാണ്. ഷവായി ആക്കിയാണ്.
വാടാ ധൈര്യം ഉണ്ടെങ്കിൽ വാടാ. നിങ്ങൾക്ക് പൗലോസ് ആണെങ്കിൽ വാടാ. പൗലോസ് ആണെങ്കിൽ വാ, ഇവിടെ ഞാനുണ്ട്. ബൈസൺ ലെജൻഡറി മാൻ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇങ്ങനത്തെ ആനിമേഷൻ വിഷയമാണ്. ഈ ആനിമേഷൻ ഇതിലൊരു ഗെയിമിലെ തന്നെ ബെസ്റ്റ് ആനിമേഷൻസാണ്. ഇതിങ്ങനെ നമ്മൾ ചില സമയത്ത് പിടിക്കുമ്പോൾ മാത്രമേ വരൂ, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ബാക്കിൽ വേറെ ഇട്ടം വരും ചാവ്. അത് ചത്തിയില്ല, കുതിര ഉണ്ടെന്ന് തോന്നുന്നു. കുതിരത്ത് ഞാൻ എന്തായാലും പിന്നാലെ വരൂല. സോഡ് ഇവിടെ ലൈറ്റ് ഭയങ്കര ഇരുട്ടാവുന്നുണ്ട് ഗൈസ്. അടുത്ത പ്രാവശ്യം ഒന്ന് ലൈറ്റ് കൂട്ടണം, ഇരുട്ടിൻ്റെ ലൈറ്റ് ഒന്ന് കൂട്ടണം. ഈ റെഡ് ഇതിന്ന് പുറത്തിറങ്ങിയ നമ്മളിപ്പോൾ വാണ്ടഡ് വന്നാലേ റെഡ് ഇതിന്ന് പുറത്തിറങ്ങിയ അന്നിപ്പോൾ തന്നെ ഇതിങ്ങനെ മെല്ലെ ഇങ്ങനെ പോകും. ഇത് ഫുള്ള് പോയി കഴിഞ്ഞാൽ ഇത് പോകും. ഞാൻ നേരത്തെ ഡെഡ് ഓർ അലൈവ് ഇത് കാണിച്ചില്ല. വാണ്ടഡ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്ഥലത്ത് ഇവിടെ അറ്റാക്ക് ചെയ്തു, നമ്മളൊരു റോബറി ചെയ്തു, ഒരാളെ കൊന്ന്, അതിൻ്റെ പേരിൽ പോലീസ് പിടിക്കാൻ വന്നാൽ പിന്നെ ഇവിടെ ബൗണ്ടി തന്നെ സംഭവമുണ്ട്. അതിങ്ങനെ കൂടി വരും. അപ്പോൾ ബൗണ്ടി ഹണ്ടേഴ്സ് നമ്മളെ പിടിച്ച് കൊന്നിട്ടാണെങ്കിലും ജീവനോടാണെങ്കിലും കൊണ്ടുപോയി കൊടുക്കും. അതാണ് സഹിക്കാൻ പറ്റിയത് ബൗണ്ടി ഉണ്ടെങ്കിൽ. അപ്പുറത്തെ കൂടി പറഞ്ഞു തരാൻ സമ്മതിക്കില്ല, അപ്പുറത്തെ കൂടി വേറെ 3 എണ്ണം വരുന്നു. ബൗണ്ടി നമ്മൾ വെറുതെ ഹണ്ട് ചെയ്യാൻ വരും, അത് കഷ്ടപ്പാടാണ് മോസ്റ്റ്. ഗൈസ്, ഞാൻ വീഡിയോ നിർത്തുകയാണ്. ബൈ ഇത്രയ്ക്ക് പറഞ്ഞാൽ പറ്റും. ബൈ.